ഓഗസ്റ്റ് മാസം 15-ാം തീയതി കുവൈറ്റ് സിറ്റിയിലെ കുവൈറ്റ് ടവറിൻ്റെ മുന്നിൽ നിന്ന് ഞാനൊരു പുതിയ യാത്ര ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി, അല്ലെങ്കിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ വിശദാംശം ഇതാണ്. 135 രാജ്യങ്ങൾ, 600 ദിവസം, 2.5 ലക്ഷം കിലോമീറ്റർ ഈ ചെറിയ വാഹനത്തിലാണ്. ഇത് ഇന്ത്യൻ മെയ്ഡ് സുസുക്കി ജിംനിയാണ്. ബാഡ് ന്യൂസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ മണിക്കുട്ടൻ. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് നമ്മൾ വീഡിയോകളൊന്നും ഇട്ടിട്ടില്ല. അന്ന് ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റിൻ്റെ സമയത്താണ് കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഞാൻ യൂട്യൂബർ അല്ല എന്ന നിലയിൽ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്ന ഒരു രീതിയില്ല. എന്നാൽ ഇനി അടുത്ത് തുടർന്ന് കണ്ടിന്യൂസ് ഒരു 2 വർഷത്തോളം വീഡിയോ ഇടാവുന്ന ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. 2023 ഓഗസ്റ്റ് മാസം 13-ാം തീയതി ട്രിവാൻഡ്രത്ത് നിന്ന് ആരംഭിച്ച ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നവംബർ മാസം അവസാനിക്കുകയും അത് പിന്നെ റെക്കോർഡായി ഗൂഗിളിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അത് എഴുതി ചേർക്കുവാനിടയായി. 69,207 കിലോമീറ്റർ 99 ദിവസങ്ങൾ കൊണ്ട് റിപ്പീറ്റ് ഇല്ലാതെ ഒറ്റയ്ക്ക് ഓടിത്തീർത്ത ആ റെക്കോർഡ് കഴിഞ്ഞ 3 വർഷമായിട്ട് ആരും ബ്രേക്ക് ചെയ്യാതെ തുടരുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പല ആൾക്കാരും നേടുന്ന റെക്കോർഡുകൾ അടുത്ത മാസങ്ങളോ അടുത്ത വർഷങ്ങളോ ഒക്കെ ബ്രേക്ക് ചെയ്യപ്പെടലുണ്ട്. അത് ഇന്നും, അതായത് ഈ വീഡിയോ എടുക്കുന്ന ഇന്നും ഓഗസ്റ്റ് 16-ാം തീയതി 2026-ലും ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ റെക്കോർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകദേശം 10 റെക്കോർഡ്, അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്, മെയിൻ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, അങ്ങനെ തുടങ്ങി 10 വേൾഡ് റെക്കോർഡുകളും ഒരു ഡോക്ടറേറ്റും ആ വിഷയത്തിൽ എനിക്ക് ലഭിക്കാൻ കാരണമായി. ഇനി 2 വർഷത്തെ വീഡിയോയുടെ കാര്യം പറഞ്ഞത് ഇന്നലെ, അതായത് ഓഗസ്റ്റ് മാസം 15-ാം തീയതി കുവൈറ്റ് സിറ്റിയിലെ കുവൈറ്റ് ടവറിൻ്റെ മുന്നിൽ നിന്ന് ഞാനൊരു പുതിയ യാത്ര ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി, അല്ലെങ്കിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ വിശദാംശം ഇതാണ്. 135 രാജ്യങ്ങൾ, 600 ദിവസം, 2.5 ലക്ഷം കിലോമീറ്റർ ഈ ചെറിയ വാഹനത്തിലാണ്. ഇത് ഇന്ത്യൻ മെയ്ഡ് സുസുക്കി ജിംനിയാണ്. കമ്പനിക്ക് ഇങ്ങനെ ഒരു കളറില്ല. എൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഞാൻ സിൽവർ കളറിന് മാറ്റി ഈ കളർ ഉണ്ടാക്കുകയായിരുന്നു. അത് സത്യം പറഞ്ഞാൽ എന്നെ തിരിച്ചറിയുന്ന നിലവാരത്തിൽ ആ കളർ മാറി എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ഒരു 6 മാസത്തോളമായി സിറ്റിയിൽ പല ഇടങ്ങളിലും നമ്മളെ തിരിച്ചറിയുന്ന നിലവാരത്തിൽ വണ്ടി കാരണം എന്നെ അറിയപ്പെടുന്ന നിലവാരത്തിലായി തീർന്നു. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്നലെ ഞാൻ ആരംഭിച്ച യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത് പുറപ്പെട്ടുവെങ്കിലും ചില സാങ്കേതിക കാരണം മീൻസ് കുവൈറ്റിൽ നിന്ന് പുറത്തു പോകാൻ ഔട്ട് പാസ്, അതായത് ഇവിടുത്തെ അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു പെർമിഷൻ ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ആ പെർമിഷൻ ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 15-ാം തീയതി വരെയുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇറാഖ് ബോർഡർ വഴി ക്രോസ് ചെയ്ത് പോകാനായിരുന്നു താല്പര്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇറാഖ് ബോർഡർ എത്തുമ്പോൾ 12 മണി എന്നുള്ള ആ ടൈം കഴിഞ്ഞത് കാരണം അടുത്ത ദിവസമായി. അപ്പോൾ എൻ്റെ ഔട്ട് പാസ് എക്സ്പയർ ആയി. അത് കാരണം എനിക്ക് ഇറാഖി ബോർഡർ കടന്നു പോകാൻ കഴിയാതെ ഞാൻ തിരിച്ചു വരികയും ആ യാത്ര അടുത്തൊരു ദിവസത്തേക്ക് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. എനിക്ക് ഔട്ട് പാസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം വീണ്ടും ആ യാത്ര തുടരുന്നു. ഇനി 135 രാജ്യങ്ങൾ എന്നുള്ളത് കുവൈറ്റിൽ നിന്ന് ആരംഭിക്കുന്നു. ഇവിടെ നിന്ന് നേരെ നമ്മൾ ആദ്യമായി ക്രോസ് ചെയ്യുന്നത് ഇച്ചിരി പ്രശ്നങ്ങളുള്ള ഒരു രാജ്യമാണ് ഇറാഖ്, എല്ലാവർക്കും അറിയാം. എന്നാൽ വളരെ ഇഷ്ടത്തോടെ എനിക്ക് വിസ ലഭിച്ചത് കാരണം ഞാൻ അതുവഴി ക്രോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. തുടർന്ന് നേരെ തുർക്കിയിലേക്ക് പോകും. തുർക്കിയിൽ നിന്ന് ജോർജിയ അല്ലെങ്കിൽ അസർബൈജാൻ, അർമേനിയ തുടങ്ങിയ ആ ചെറിയ ചെറിയ രാജ്യങ്ങൾ സന്ദർശിച്ച് വീണ്ടും തുർക്കിയിലേക്ക് കയറി ഗ്രീസിലേക്ക് എത്താനാണ് പരിപാടി. ഗ്രീസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് 10-30ഓളം ഷെങ്കൻ കൺട്രീസാണ്.
അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു രാജ്യമാണ് ഉക്രൈൻ. വിമാന സർവീസ് ഇല്ലാത്ത ആ രാജ്യത്ത് വാഹനത്തിലൂടെ കടന്നു പോകാൻ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ വളരെ മിനിമലായിട്ടുള്ള ഒരു സമയത്ത്, അതായത് 7 ദിവസത്തെ വിസ എനിക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അത് വേസ്റ്റാക്കാതെ പോകണമെന്നാണ് എൻ്റെ താല്പര്യം. അതിനുവേണ്ടി ഞാൻ ബദ്ധപ്പാടോടെ ആണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് സെപ്റ്റംബർ മാസം 4-ാം തീയതിക്കും 7-ാം തീയതിക്കും ആ 3 ദിവസത്തിൻ്റെ പീരീഡിനകത്ത് ആ രാജ്യത്ത് കയറണം. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. മാക്സിമം അത് സക്സസ് ആക്കി എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ഷെങ്കൻ കൺട്രീസ് തന്നെയാണ്. അതിൽപ്പെട്ട ലാസ്റ്റ് നോർവേയിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ റഷ്യയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവിടെ ഒരു പ്രത്യേക, അതായത് നോർവേ റഷ്യ ആ കണക്റ്റഡ് ഏരിയയിൽ ഭയങ്കര നല്ല നോർത്തേൺ ലൈറ്റ് കിട്ടുന്ന ഒരു പ്രത്യേക സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി അത് കണ്ട് അതിൻ്റെ വീഡിയോകളൊക്കെ എത്തിക്കാൻ ഞാൻ ശ്രമിക്കും. തുടർന്ന് തിരിച്ച് വന്നിട്ട് നെതർലാൻഡ്സിൽ വന്നിട്ട് നേരെ അടുത്ത് ഫ്രാൻസിലെത്തി UK കയറും. UK, അയർലൻഡ്, സ്കോട്ട്ലാൻഡ്, വെയിൽസ് ഒക്കെ കറങ്ങി വീണ്ടും ഫ്രാൻസിലേക്ക് വന്നതിന് ശേഷം, അറിയാമല്ലോ ഫ്രാൻസ് കഴിഞ്ഞാൽ പിന്നെ ചില രാജ്യങ്ങളിലൂടെ കറങ്ങി പോർച്ചുഗലിലെത്തുക. അപ്പോൾ നമ്മുടെ യൂറോപ്പ് ട്രിപ്പ് അതോടെ അവസാനിക്കുകയും പിന്നെ അടുത്ത് മൊറോക്കോയിൽ നിന്നാണ് ആഫ്രിക്കൻ സെക്ഷൻ ആരംഭിക്കുന്നത്. ആഫ്രിക്കയിലേക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ, ആഫ്രിക്കയിൽ പ്രവേശിക്കാൻ ഇപ്പോൾ സൗദിയിൽ നിന്ന് വേണമെങ്കിലോ അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് വേണമെങ്കിലോ നമുക്ക് ഈജിപ്തിലേക്ക് കയറാം. പക്ഷേ ഈജിപ്റ്റ് ലോക്ക്ഡാണ്. അതായത് ഓവർലാൻഡേഴ്സിന് ലോക്ക്ഡാണ്. അതായത് അപ്പുറത്തോ ഇപ്പുറത്തോ വാഹനത്തിലൂടെ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. സുഡാനും നൈഗറും ഒക്കെ ആയിട്ട് കുറച്ച് രാജ്യങ്ങൾ, അതിൻ്റെ തൊട്ടടുത്ത പേര് ഞാൻ വിട്ടുപോയി, അത് ബ്ലോക്ക്ഡാണ് ഇപ്പോൾ. ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും ഈ ഒരു 6 മാസമോ അല്ലെങ്കിൽ കഴിഞ്ഞ് വരുമ്പോൾ അത് ഓപ്പൺ ആയാൽ തീർച്ചയായിട്ടും അതുവഴിയും പാസ് ചെയ്യും. ഓക്കെ, മൊറോക്കോ വഴി കയറി നേരെ സൗത്ത് ആഫ്രിക്ക, അതുവരെ എത്തുമ്പോൾ തന്നെ ഏകദേശം 10-30 രാജ്യങ്ങളാവും. അതിനുശേഷം വീണ്ടും കെനിയയിലേക്ക് കയറി. കെനിയയിൽ നിന്ന് ഈ വാഹനം ആദ്യമായി ഷിപ്പ് ചെയ്യപ്പെടും. അത് അർജൻറ്റീനയിലേക്കാണ്. അർജൻറ്റീനയിൽ ലോകത്തിൻ്റെ ഏറ്റവും അവസാന സിറ്റിയായ ഉഷുവായയിലേക്ക് പോയി അവിടെ നിന്ന് വീണ്ടും നമ്മൾ അലാസ്കയിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് വേൾഡ് മാപ്പ് ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം, ഉഷുവ ടു അലാസ്ക, അതാണ് മാപ്പിൽ തന്നെ ഏറ്റവും ലോങ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്. അത് പാൻ അമേരിക്കൻ ഹൈവേ അതുവഴിയാണ് അടുത്ത പ്രശസ്തമായ ആ ഒരു യാത്ര. അതിൽ സത്യം പറഞ്ഞാൽ യൂറോപ്പ് പോലെയുള്ള കൺട്രീസ് ഒന്നും അത്രയ്ക്ക് നമ്പർ ഓഫ് കൺട്രീസ് അതിൽ വരുന്നില്ല. പക്ഷേ യാത്ര അതിലധികമാണ്. അത് കവർ ചെയ്ത് നേരെ അലാസ്കയിലെത്തിയാൽ പിന്നെ നമ്മുടെ ഇപ്പോൾ കുവൈറ്റ് സിറ്റി ടു അലാസ്ക എന്നുള്ള സെക്ഷൻ അവിടെ അവസാനിക്കും. പിന്നെ ആരംഭിക്കുക, തീരുന്നതോടുകൂടി അടുത്ത് ആരംഭിക്കുന്നത് അലാസ്ക ടു ഇന്ത്യ അല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന സെക്ഷനാണ്. അത് വീണ്ടും കാനഡയിൽ നിന്ന് വാഹനം ദുബായിലേക്ക് ഷിപ്പ് ചെയ്യപ്പെടും. ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഈ മിഡിൽ ഈസ്റ്റ് ഏരിയ കംപ്ലീറ്റ്, സൗദി അറേബ്യ ഉൾപ്പെടെ ആ സമയത്താണ് നമ്മൾ കവർ ചെയ്യുക. അങ്ങനെ മിഡിൽ ഈസ്റ്റ് മൊത്തം കവർ ചെയ്തതിന് ശേഷം ദുബായിൽ നിന്ന് ദൈവം സഹായിച്ചാൽ നമ്മുടെ യുദ്ധ സാഹചര്യങ്ങളൊക്കെ മാറിയാൽ ഇറാനിലേക്ക് നമ്മൾ ഫെറി ഓപ്പൺ ആവുമെന്ന് ഞാൻ സ്വപ്നം കാണുന്നു. അവിടേക്ക് ഫെറിയിലൂടെ കടന്നുപോയി നമ്മളെ സ്ഥാൻ കൺട്രീസ്, അഫ്ഗാനിസ്ഥാനും അങ്ങനെ തുടങ്ങി കുറച്ച് രാജ്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് മംഗോളിയ, ചൈന, വിയറ്റ്നാം, അങ്ങനെ തുടങ്ങി കംബോഡിയ വഴി താഴെ സിംഗപ്പൂരെത്തി ഇന്തോനേഷ്യ വരെ കയറിയിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാന്. ഇതാണ് 2 വർഷത്തെ കണ്ടിന്യൂസ് വീഡിയോ ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ കാരണം. 600 ദിവസമാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും കുറഞ്ഞോ കൂടിയോ വരാൻ സാധ്യതയുണ്ട്. 600 ദിവസം 2 വർഷമല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒരു കാൽക്കുലേഷനിൽ അങ്ങനെ കണക്കാക്കുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്തും അല്ലെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്ത് ഈ സംരംഭത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി എന്നുള്ള നിലവാരത്തിൽ ഇതിനെ വലിയ ഒരു വിജയമാക്കി തീർക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ യാത്ര ആരംഭിക്കുകയാണ്.